Hi all, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവിങ് ബൈ ക്വാഡ്രാറ്റിക് ഫോർമുലയിലെ ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 1/x+4 മൈനസ് 1/x-7 ഈക്വൽ ടു 11/30 വേർ x നോട്ട് ഈക്വൽ ടു -4, 7. അപ്പോൾ നമുക്ക് എഴുതാം. The given equation is the given equation is the given equation is 1/x+4. സൊല്യൂഷൻ എഴുതുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇക്വേഷൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. വേർഡ് പ്രോബ്ലം ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് വേണം ചെയ്യാൻ. 11/30. Then taking LCM നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി നമ്മൾ മാറ്റണം. അത് കഴിഞ്ഞാൽ മാത്രമേ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂ. നമ്മുടെ ജനറൽ ഫോർമുല അറിയാലോ, ജനറൽ ഫോം ax² + bx + c. സോ ക്രോസ് മൾട്ടിപ്ലൈയിങ് ദിസ് x-7 മൈനസ് x+4. ഇവിടെ ഇൻറ്റു 1 ആണ്, ഇവിടെ ഇൻറ്റു 1 ആണ്. ഡിവൈഡഡ് ബൈ x+4 into x-7 equal to 11/30. Then implies x-7 minus x-4 divided by x+4 into x-7 equal to 11/30. Then we can write x cancel ചെയ്ത് പോകും, implies -11 by x+4 into x-7 equal to 11/30. 11 cancel ചെയ്താൽ implies -1 by x+4 into x-7 equal to 1/30. Then again cross multiplying. ഇവിടെ വേണമെങ്കിൽ എഴുതാം ക്രോസ് മൾട്ടിപ്ലൈങ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -30, അതായത് -1 into 30 equal to x+4 into x-7 into 1, which we will get -30 equal to x² - 7x plus 4x minus 28. നമ്മൾ ഇതിലെ രണ്ട് ടേമും മറ്റേ രണ്ട് ടേമുമായിട്ട് മറ്റേ x-7ലെ രണ്ട് ടേമുമായിട്ട് x+4ലെ രണ്ട് ടേംസും മൾട്ടിപ്ലൈ ചെയ്തു. വി ഗെറ്റ് x² - 3x -30 -28ന്റെ അടുത്തേക്ക് വരുമ്പോൾ +2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. x² - 3x + 2 equal to 0. It is of the form ax² plus bx plus c equal to 0. It is of the form ax² plus bx plus c equal to 0. General form of the quadratic equation. A equal to 1, b equal to -3, c equal to 2. Then we can write x equal to നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല -b ± b² - 4ac by 2a. ഓക്കെ, നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല എന്നുകൂടെ എഴുതുക. പ്രത്യേകമായി ഇക്വേഷൻ എഴുതിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ക്വാഡ്രാറ്റിക് ഫോർമുല then x equal to -3 plus or minus root of -3² -4 into 1 into 2 divided by 2 into 1. Then we get
plus 3 plus or minus root of 9 minus 8 by 2, which we can get 3 plus or minus 1 by 2 equal to x. Then x equal to 3 plus 1 by 2, or x equal to 3 minus 1 by 2. Then 4 by 2 equal to 2. X equal to 2 ആണ്. or x equal to 2 by 2 equal to x equal to 1 ആണ്. അപ്പോൾ x equal to 2, x equal to 1 ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെയ്തത് നോക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് മാറ്റി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ആ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതാണ് ഫോർമുല. x equal to 2, x equal to 1.